മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP ദേശീയ അധ്യക്ഷനുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ബാരാമതിയിലെ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിനിടെ നിയന്ത്രണം വിട്ട വിമാനം തകർന്നു വീഴുകയായിരുന്നു. അജിത് പവാറിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് 4 പേരും കൊല്ലപ്പെട്ടു. വ്യോമയാന മന്ത്രാലയം DGCAയോട് റിപ്പോർട്ട് തേടി. പ്രൈവറ്റ് ജെറ്റ് വിമാനത്തിൽ രാവിലെ 8 മണിക്കാണ് അജിത് പവാർ മുംബൈയിൽ നിന്ന് പുറപ്പെട്ടത്. 8:45-നും 9-നും വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ബാരാമതി വിമാനത്താവളത്തിന് സമീപം തകർന്നു വീഴുകയായിരുന്നു. ലാൻഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ ശ്രമവും പരാജയപ്പെട്ടതോടെയാണ് വിമാനം തകർന്നു വീണതെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പറയുന്നു. അപകടത്തിന് പിന്നാലെ വിമാനത്തിന് തീപിടിച്ചുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പൂർണ്ണമായും കത്തിയമർന്ന നിലയിലാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞതെന്ന് അഗ്നിരക്ഷാസേനയും അറിയിച്ചു. ഉടൻ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യാനാണ് 66-കാരനായ അജിത് പവാർ മുംബൈയിൽ നിന്ന് സ്വന്തം നാടായ ബാരാമതിയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്തിൽ അജിത് പവാറിന് പുറമെ PSOയും ഒരു അറ്റൻഡറും 2 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അജിത് പവാർ ഉൾപ്പെടെയുള്ളവരെ സമീപത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര സർക്കാരും അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. BSR എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലിയർജെറ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതേ ലിയർജെറ്റ് വിമാനം 2023 സെപ്റ്റംബറിൽ മുംബൈയിൽ തകർന്നു വീണിരുന്നതായും റിപ്പോർട്ടുണ്ട്. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.